ഇന്നലത്തെ പത്രസമ്മേളനത്തോടു കൂടി നോക്കൂ, ഇത്രയും കാലം ഇന്ത്യയിൽ ഇലക്ഷൻ, ഞാൻ പലവട്ടം പറഞ്ഞു, ഇന്ത്യൻ ഡെമോക്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി സ്രോതസ്സായിട്ട് നിലനിന്നിരുന്നത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ന് വരെ ഒരു തെരഞ്ഞെടുപ്പും 1987 കാശ്മീർ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഒഴികെ ഒരു തെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പ് ഫലത്തെ പരാജയപ്പെട്ട കക്ഷികൾ ചോദ്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അത് മഹാസ്വേച്ഛാധിപതി എന്നൊക്കെ പറയപ്പെടുന്ന ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പോലും ഒരു തെരഞ്ഞെടുപ്പിലും തോൽക്കുന്നവൻ തോൽവി അംഗീകരിക്കുകയും ജയിച്ചവനെ അഭിവാദ്യം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രാക്ടീസ്. ഇത്രയും വലിയ, നോക്കണം, നിരക്ഷരരായ മനുഷ്യർ ധാരാളമുള്ള ഭൂരിപക്ഷമുള്ള രാജ്യമായിരുന്നു നമ്മുടേത് എന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള രാജ്യത്താണ് ലോകത്തെ വൻകിട വികസിത മുന്നോക്ക രാജ്യങ്ങളിലേക്കാൾ ഗംഭീരമായ ഇലക്ഷൻ മാനേജ്മെൻറ്റ് ഇവിടെ നടന്നത്. അത്രയും നോക്കണം, നമ്മുടെ രാജ്യത്തിൻ്റെ സങ്കീർണത, അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ വൈവിധ്യം, വിശാലത, ഏറ്റവും വിദൂരമായ കുഗ്രാമങ്ങളിൽ പോലും പോളിംഗ് സ്റ്റേഷനുകൾ ഏർപ്പെടുത്തി പോളിംഗ് സാമഗ്രികൾ സമയത്തിനും മുമ്പേ എത്തിച്ച് പരമാവധി ആളുകളെ വോട്ട് ചെയ്യിപ്പിച്ച് ലോകത്ത് തന്നെ അത്യത്ഭുതകരമായിട്ടുള്ളൊരു എക്സസൈസായിരുന്നു ഇന്ത്യയിലെ ഇലക്ഷൻ എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പ് നടക്കുന്നു, ഫലം പുറത്തു വിടുന്നു. ഫലം പുറത്തു വന്നു കഴിഞ്ഞാൽ തോറ്റ ആളെന്താ ചെയ്യുന്നത്? അദ്ദേഹം തോൽവി കൺസീഡ് ചെയ്യുന്നു, സമ്മതിക്കുന്നു. ജയിക്കുന്ന ആളെ അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ നേരുന്നു, ആശംസകൾ നേരുന്നു. ഇത് നിസ്സാര കാര്യമല്ല. നമുക്കറിയാവുന്നത്, ലോകത്ത് പല രാജ്യങ്ങളും നശിച്ച് നാറാണക്കല്ല് തേണ്ടിയത് എന്തുകൊണ്ടാണ്? തിരഞ്ഞെടുപ്പിൽ കാണിക്കുന്ന കൃത്രിമത്വത്തിൻ്റെ പേരിലാണ്. തിരഞ്ഞെടുപ്പ് ഫലത്തെ തോറ്റവൻ അംഗീകരിക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടായതുകൊണ്ടാണ്. തിരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അമേരിക്കയിൽ പോലും സംഭവിച്ചത് നമുക്കറിയാം. ക്യാപിറ്റൽ ഹില്ലിൽ 4 വർഷം മുമ്പ് എന്തായിരുന്നു സംഭവിച്ചത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ലോകത്തെ വികസിത രാജ്യങ്ങളിൽ പോലും സാധ്യമാകാത്ത തരത്തിലുള്ള എല്ലാവരാലും അംഗീകരിക്കുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ, അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം അതിൽ നമുക്ക് രാഷ്ട്രീയ പാർട്ടികളെ കുറ്റം പറയാം, പലതരം നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് ഇത് പറയാം. പക്ഷെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നൊരു സംഗതി, അതിങ്ങനെ എന്താ പറയുക, ഏറ്റവും പവിത്രമായൊരു സംഗതി, നമ്മുടെ രാഷ്ട്രീയ പ്രക്രിയയിലെ ഏറ്റവും പവിത്രമായൊരു സംഗതി നിൽക്കുമായിരുന്നു. അതിൻ്റെ ആ പവിത്രതയാണ്, അതിൻ്റെ ഒരു ആ പ്യൂരിറ്റിയാണ്, അതിൻ്റെ ശുദ്ധിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതെന്തുകൊണ്ടൊക്കെ ഏർപ്പാടുകൾ നടക്കുകയാണെന്ന് ആളുകൾ കുറച്ച് കാലമായി സംശയിക്കുന്നു. അവിടുന്ന് ഇവിടുന്നൊക്കെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള പല പരിശ്രമങ്ങൾ നമുക്ക് തന്നെ അറിയാം. ഇലക്ഷൻ ഷെഡ്യൂൾ പ്രഖ്യാപിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ഇപ്പം നരേന്ദ്രമോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ചെയ്തത് എന്താണ്? ഒരു ഹെയ്റ്റ് മോങ്കറെ പോലെ അങ്ങേര് നാട് മുഴുവൻ പ്രസംഗിച്ച് നടക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് ഒരനക്കവും ഉണ്ടാകുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ നടക്കുന്നു. ഇത് അതിനേക്കാൾ അപ്പുറം ഒരു പ്രത്യേക പാർട്ടിയെ വിജയിപ്പിക്കാൻ വേണ്ടി ഇലക്ടറൽ റോളിൽ തന്നെ മാനിപ്പുലേഷൻ നടത്തിയെന്നുള്ള അതിഗുരുതരമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിൽ വലിയൊരു അനീതിയാണ്. 2 ദിവസം മുമ്പ് അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കുണ്ട്, രാജ്യദ്രോഹ പ്രവർത്തനം. നിശ്ചയമായി ഇത് രാജ്യദ്രോഹം, ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഇത് രാജ്യദ്രോഹ പ്രവർത്തനമാണ്. ഈ രാജ്യത്തെ തന്നെ അടിമേൽ അട്ടിമറിക്കുന്ന ഒരു ഏർപ്പാടാണ്, രാജ്യത്തിൻ്റെ അടിത്തറ തോണ്ടുന്ന ഏർപ്പാടാണ്. അതാണ് രാജ്യദ്രോഹ പ്രവർത്തനം. അപ്പോൾ ഇത്രയും കൊടിയ ഒരു വിപത്തിനെക്കുറിച്ച്, ഒരു കൊടിയ അനീതിയെക്കുറിച്ച് അദ്ദേഹം ഗൗരവത്തിൽ ഡോക്യുമെൻറ്റുകളുടെ സഹായത്തോടെ സംസാരിക്കുന്നു. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നഗരത്തിൽ ഒരു അനീതി കണ്ടാൽ നേരം വെളുക്കുന്നതിന് മുമ്പ് അവിടെ പ്രതിഷേധമായിരുന്നില്ല, അത് കത്തിയമരണം നിന്ന് എന്താണ് മറ്റേ ബ്രത്തോ മറ്റോ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വലിയ ഒരു നമ്മുടെ രാജ്യത്തെ തന്നെ തകർക്കുന്ന ഒരു ഫ്രോഡിനെ കുറിച്ച് ഇദ്ദേഹം സംസാരിച്ചിട്ട് അതിനോടുണ്ടായ പ്രതികരണം എത്രയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ തട്ടിപ്പിനേക്കാൾ, അല്ലെങ്കിൽ തട്ടിപ്പിനെ പോലെ തന്നെ വേദനിപ്പിക്കുന്നത്, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കരുത്തിനെക്കുറിച്ചുള്ള ആശങ്ക ഉണർത്തുന്നൊരു ഘടകം എന്നാണ് ഞാൻ തോന്നുന്നത്. തെരുവുകൾ നിറഞ്ഞു കവിയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. പക്ഷെ അത് സംഭവിക്കുന്നില്ല എന്നുള്ളത് ഗുരുതരമായ കാര്യമാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ ഈ ഇടതുപക്ഷ പ്രൊഫൈലുകൾ വരുന്നൊരു സാധനമുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത് പോലെ തന്നെ രാഹുൽ ഗാന്ധി ഉയർത്തിയ വാദങ്ങളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന സ്വഭാവത്തിൽ അവരും സംസാരിക്കുകയാണ്. ഭയങ്കര ആശ്ചര്യകരമായുള്ളൊരു കാര്യമാണ്. പക്ഷേ ദേശീയ തലത്തിൽ അങ്ങനെയല്ല. ഇന്ത്യ മുന്നണി യോജിച്ച പ്രക്ഷോഭത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുള്ളൊരു വാർത്തകൾ വരുന്നുണ്ട്. ഇന്ത്യ മുന്നണിയുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്, അവരുടെ പ്രാഥമികമായ കൂടിയാലോചന നടന്നിട്ടുണ്ട്. പക്ഷേ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം നമ്മൾ ദേശീയ മാധ്യമങ്ങൾ എന്ന് വിളിക്കുന്ന ഹിന്ദി ഇംഗ്ലീഷ് ചാനലുകൾ തത്സമയം കൊടുത്തില്ല എന്ന് കൂടെ കാണണം. അപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ തന്നെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് വഴിയൊരുക്കുന്ന പ്രവർത്തനം നടത്തി എന്നതുപോലെ തന്നെ ഗൗരവമാണ്. ഇത്രയും വലിയൊരു സംഗതി രാജ്യത്തെ
പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി അതേക്കുറിച്ച് പറഞ്ഞിട്ട് അതിനോടുണ്ടായിട്ടുള്ള പ്രതികരണം, തെരുവുകൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഇലക്ഷൻ ജയിക്കാൻ പറ്റും, BJPക്ക് ഇലക്ഷൻ ജയിക്കാൻ പറ്റും. പക്ഷേ രാജ്യം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ആരാണ് യഥാർത്ഥ രാജ്യദ്രോഹി? ഈ രാജ്യത്തെ തകർക്കുന്നത് ആരാണ്? ഈ രാജ്യത്തിൻ്റെ ആത്മാവിനെ തകർക്കുന്നത് ആരാണ്? 10 വർഷത്തേക്ക് 15 വർഷത്തേക്ക് ഇനിയും ഇലക്ഷനിൽ ജയിക്കാൻ പറ്റിയേക്കാം. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള സാംസ്കാരിക വൈവിധ്യമുള്ളൊരു രാജ്യമുണ്ട്. ഈ രാജ്യത്തെ കൂട്ടിയോജിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരടാണ് ഇങ്ങനെ അതിൻ്റെ അഴികൾ ഇല്ലാതായി ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണും.